5 വക്ത നമസ്കാരത്തിനായി മുസല്ല വിരിക്കുന്ന തറവാട്ടിൽ ഹിന്ദു ആചാരപ്രകാരമുള്ളൊരു ശവസംസ്കാര ചടങ്ങ്. കോഴിക്കോട് നന്നമുക്കിലാണ് ഇത്തരമൊരു സംസ്കാര ചടങ്ങ് നടന്നത്. ഉമ്മറത്ത് പായ വിരിച്ച് നിലവിളക്ക് തെളിയിച്ചു. നാഴിയരിയും ഇടങ്ങഴിനെല്ലും തെച്ചിപ്പൂവും തുളസിയിലയും ഒരുക്കി. ഈ സംസ്കാര ചടങ്ങിന് പിന്നിൽ വലിയൊരു മനുഷ്യത്വത്തിന്റെ കഥയുണ്ട്. നന്നമുക്ക് സ്വദേശിയായ KV മുഹമ്മദ് ആരോരുമില്ലാത്ത യുവാവിന് താങ്ങും തണലുമായതിന്റെ കഥയാണത്. വർഷങ്ങൾക്ക് മുമ്പ് വഴിയോരത്തെ ഒരു ഭക്ഷണശാലയിൽ നിന്നാണ് രാജൻ എന്ന ചെറുപ്പക്കാരനെ KV മുഹമ്മദ് കണ്ടുമുട്ടുന്നത്. പഴകി ദ്രവിച്ച വസ്ത്രങ്ങളണിഞ്ഞ് വിശന്നൊട്ടിയ വയറുമായി ഭക്ഷണശാലക്കരികിൽ നിൽക്കുന്ന രാജന് വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. രാജനെക്കുറിച്ച് കാര്യങ്ങൾ തിരക്കിയതോടെ അനാഥനാണെന്ന കാര്യം വ്യക്തമായി. ഇതോടെ രാജന് സ്വന്തം വീട്ടിലേക്ക് മുഹമ്മദ് കൈപിടിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം സ്വന്തം മകനെ പോലെ രാജനെ മുഹമ്മദ് വളർത്തി. വർഷങ്ങളേറെ പിന്നിട്ടപ്പോൾ മുഹമ്മദ് മരിച്ചു. എന്നാൽ പിതാവ് അഭയം നൽകിയ രാജനെ മകൻ അലിമോനും കൈവിട്ടില്ല. അങ്ങനെ അലിമോനും കുടുംബത്തിനുമൊപ്പം കഴിയുമ്പോഴാണ് മരണം രാജനെ തേടിയെത്തിയത്. ഹിന്ദു മതവിശ്വാസിയായ രാജന്റെ മൃതദേഹം സ്വന്തം മതവിശ്വാസ പ്രകാരം തന്നെ സംസ്കരിക്കാൻ കുടുംബം തീരുമാനിച്ചു. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അലിമോനും സഹോദരപുത്രൻ മുഹമ്മദ് റിഷാനും ചിതയ്ക്ക് തീ കൊളുത്തി. രാജന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഹിന്ദു ആചാരപ്രകാരം തുടർന്നുള്ള ചടങ്ങുകളെല്ലാം കുടുംബം ഇനിയും തുടരും. ETV ഭാരത്, കോഴിക്കോട്.